ഗ്രീൻ ബനാന മെഴുക്ക് പുരട്ടി, പച്ചക്കായ മെഴുക്ക് പുരട്ടി. ഇതിൻ്റെ അകത്ത് ഞാൻ 2 പച്ചക്കായ, ഒരു സവാള, 4-5 പച്ചമുളക് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊടിക്കാം. പിന്നെ അരിഞ്ഞ് വെച്ച് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, പച്ചക്കായ ഇട്ട് കൊടുക്കാം, നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടാം, ഉപ്പിടാം, ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് വേവിപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് കുറച്ച് സമയം വേവിപ്പിച്ചെടുക്കാം. വെന്ത് വന്നാൽ അടുപ്പ് മാറ്റാം. ഇപ്പോൾ ഗ്രീൻ ബനാന മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്, പച്ചക്കായ മെഴുക്ക് പുരട്ടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.